എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ മൂകാംബികയിലേക്കുള്ള എൻ്റെ ട്രിപ്പ്, സോളോ ട്രിപ്പിൻ്റെ പാർട്ട് 4 ആണ്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടിട്ടുള്ളവർക്ക് ഈ പാർട്ട് 4 അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടിട്ടില്ലാത്തവർ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3യും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ 3-ാം പാർട്ടിൽ പറഞ്ഞു നിർത്തിയത് ഞങ്ങളുടെ മലയുടെ മുകളിലെത്തി. ഞാനും ഷാരിക്കയും നമ്മുടെ ആ ഗ്രൂപ്പ്, അതുപോലുള്ള ഒത്തിരി ജീപ്പിൽ വന്ന ഒത്തിരി ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എത്തി, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എത്തിയിട്ട് ശരിക്കും ആകാശത്ത് നിൽക്കുന്ന പോലൊരു കാഴ്ച. താഴെ നല്ല താഴ്വരയും പച്ചപ്പും അത് എല്ലാം ഒരു വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നത്. അപ്പോൾ അതിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് ഏകദേശം 1200 വർഷം പഴക്കമുള്ള ആദിശങ്കരൻ തപസ് അനുഷ്ഠിച്ചിരുന്ന ആ ഒരു ക്ഷേത്രം പോലെ ഒന്നും അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയി ദർശനമൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു പുരാണം മനസ്സിലാക്കിയത് അതുകൂടെ പറയാതിരിക്കുന്നത് ശരിയല്ല. ഈ നമ്മുടെ ഈ ആദിശങ്കരൻ അവിടെ തപസ്സനുഷ്ഠിച്ചു. അവിടെ ദേവി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് ശങ്കരൻ ദേവിയെയും കൂട്ടി കേരളത്തിലേക്ക് വരാനുള്ള പ്ലാനായിരുന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശങ്കരൻ മുന്നേയും ദേവി പുറകെയുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ദേവിയുടെ ഒരു വ്യവസ്ഥ വച്ചിരുന്നു ദേവി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നീ പിന്തിരിഞ്ഞ് നോക്കാൻ പാടില്ല. നീ പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കും, പിന്നീട് അപ്രത്യക്ഷയാകും, നിനക്ക് പിന്നെ എന്നെ കാണാൻ പറ്റില്ല. ആ വ്യവസ്ഥയോടു കൂടി ശങ്കരാചാര്യർ മുന്നേയും ദേവി പിന്നെയുമായിട്ട് നടന്നു. അപ്പോൾ ശങ്കരാചാര്യർക്ക് ദേവി പിറകിലുണ്ടെന്നുള്ള സാന്നിധ്യം മനസ്സിലാവുന്നത് ആ പാദസരത്തിൻ്റെ കിലുക്കം വഴിയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ദൂരം പോയി പാദസരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ദേവി പുറകെ വരുന്നുണ്ട്. ശങ്കരാചാര്യർ മുന്നേ ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കാതായപ്പം ശങ്കരാചാര്യരുടെ മനസ്സിൽ ഒരു ശങ്ക ഉയരാൻ തുടങ്ങി. മറ്റൊന്നുമില്ല, ഈ ദേവി തന്നെ വിട്ടുപോയോ എന്നൊരു ശങ്ക. അതിന് നടന്ന് ആ ശങ്ക ഒരു ഉച്ചസ്ഥായിലായപ്പോൾ ശങ്കരാചാര്യ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ പുറകെ ദേവി ഉണ്ട്. ദേവി പുഞ്ചിരി തൂകി അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആ വ്യവസ്ഥ ദേവി വെച്ചിരുന്നല്ലോ. ദേവി അവിടെ വെച്ച് അപ്രത്യക്ഷയായി. അങ്ങനെ ആ ദേവി അപ്രത്യക്ഷയായ ആ സ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ആ ദേവി അവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് പുരാണം പറയുമ്പോൾ മറ്റൊന്നുകൂടി പറയണം. ദേവിക്ക് മൂകാംബരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. മൂകാംബരൻ എന്നൊരു അസുരനെ ദേവി നിഗ്രഹിച്ചതിനാലാണ് ദേവിക്ക് മൂകാംബിക ദേവി എന്നുള്ള പേര് വന്നെന്നും പറയപ്പെടുന്നു. പല പുരാണങ്ങളാണ്. അതുപോലെ തന്നെ ആ മൂകാംബരൻ എന്ന അസുരനെ കൊന്ന ഊര്, അതാണ് കൊല്ലൂർ എന്ന് അറിയപ്പെടാൻ കാരണമെന്നും പറയപ്പെടുന്നു. ദേവി എന്ന് പറയുന്നത് മൂകാംബിക ദേവി അറിയാമല്ലോ, സകല കലകളുടെയും ദേവിയാണ്. എഴുത്ത്, സംഗീതം, നടനം, ചിത്രകല എന്നുകൊണ്ട് സകല കലകളുടെയും ദേവിയാണ്. ദേവിയെക്കുറിച്ചുള്ള പാട്ട് തന്നെ അതിനകത്ത് നമുക്ക് അറിയാമല്ലോ. വിദ്യാവിലാസിനി വരവർണിനി, ശിവകാമേശ്വരി ജനനി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതാണ് മൂകാംബിക ദേവിയെക്കുറിച്ചുള്ള ആ ഒരു പുരാണം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളവിടെ മുകളിൽ ഇതെല്ലാം കണ്ടിട്ട് നേരെ മലയിറങ്ങി തിരിച്ച് താഴെ വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവർ മറ്റ് ജീപ്പിലെ ഡ്രൈവർമാരുമായിട്ട് ചേർന്ന് അവിടെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ടൈം പാസ്. ഇപ്പം പുള്ളി വന്നു, നമ്മൾ ജീപ്പിൽ ആളിലായി. നമ്മൾ തിരികെ പഴയ കണക്ക് ആ റോഡ്, ഭസ്മം പോലുള്ള റോഡ്, വളവ്, തിരിവ്, ഉയർന്നിരിക്കുന്ന കല്ല്, പൊടി, ഇതെല്ലാം വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞ് നേരെ താഴെ വന്നു. പിന്നെ ടാറിട്ട റോഡ്, വളവും തിരിവും
ഒലച്ചിലും പിന്നെ പറഞ്ഞൊരു കവല, ആ കവലയിലെത്തി ഞങ്ങൾ അവിടെ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും യാത്ര അവസാനം ഞങ്ങൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടുവന്നു. യാത്രക്കാരെല്ലാം പിരിഞ്ഞു. ഷാജിക്കയും അവിടെ നിന്നും വിട്ടുപോകാനുള്ള പരിപാടിയാണ്. പുള്ളിയുടെ അടുത്ത ലക്ഷ്യം മംഗലാപുരമാണ്. മംഗലാപുരത്തുള്ള ഏതൊരു അമ്പലമാണ് പുള്ളിയുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ പുള്ളി പോയി ലോഡ്ജിൽ പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നു. എന്നെയും കൂടെ വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പുള്ളി ഞാൻ ബസ് സ്റ്റാൻഡ് വരെ പുള്ളിയോടൊപ്പം പോയി. അപ്പം പുള്ളി ഫോട്ടോയൊക്കെ കാണിച്ചു തന്നു, പുള്ളിയുടെ ഫാമിലിയുടെ ഫോട്ടോ. ഞാൻ പറഞ്ഞല്ലോ പുള്ളി തിരൂരാണ് വീട്. അത് കഴിഞ്ഞ് പുള്ളി ഒരു ഉടുപ്പി ബസ്സിൽ കയറി പുള്ളി യാത്രയായി. ഞാൻ തിരിച്ച് റൂമിലേക്ക്. ഞാൻ റൂമിൽ പോയി കുറച്ച് നേരം വിശ്രമിച്ച് പിന്നെ കുളിച്ച് വൈകിട്ട് അമ്പലത്തിൽ പോയി ദർശനമൊക്കെ നടത്തി. അന്നവിടെ പിരിഞ്ഞു. ഇനി അടുത്ത ദിവസത്തെ കാര്യങ്ങൾ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതിയൊക്കെ ഇഷ്ടമാണോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഈ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.